എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൺഫർമേഷൻ കൊടുക്കാനിരിക്കുന്നവർക്ക് അതുപോലെ കൺഫർമേഷൻ കൊടുത്തവർക്കുമായിട്ട് കുറച്ചധികം സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കൺഫർമേഷൻ സമയത്ത് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മീഡിയത്തിലോ അല്ലെങ്കിൽ സെലക്ട് ചെയ്ത ഡിസ്ട്രിക്റ്റിലോ എന്തെങ്കിലും ചേഞ്ച് സംഭവിച്ചവർക്ക് അത് മാറ്റാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 21/12/2020, അതായത് നാളെയാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. അതിൻ്റെ ലിങ്ക് മുകളിൽ കാണുന്ന ഐ ബട്ടണിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും പ്രൊവൈഡ് ചെയ്യാം. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പൊതു പ്രാഥമിക പരീക്ഷയ്ക്ക് കൺഫർമേഷൻ നൽകുന്നത് സംബന്ധിച്ച് ഉദ്യോഗാർത്ഥികൾക്കുള്ള നിർദ്ദേശങ്ങൾ. പൊതു പ്രാഥമിക പരീക്ഷയ്ക്ക് പരിഗണിച്ചിട്ടുള്ള തസ്തികകൾക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഓരോ തസ്തികയ്ക്കും പ്രത്യേകം കൺഫർമേഷൻ സമർപ്പിക്കേണ്ടതാണ്. ഓരോ തസ്തികയുടെയും കൺഫർമേഷൻ പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൺഫർമേഷൻ നൽകാത്ത തസ്തികകൾ തുടർ നടപടികൾക്ക് പരിഗണിക്കുന്നതല്ല. ആദ്യ തസ്തികയുടെ കൺഫർമേഷൻ സമയത്ത് തിരഞ്ഞെടുക്കുന്ന എക്സാം ഡിസ്ട്രിക്റ്റ് ആയിരിക്കും മറ്റ് തസ്തികകൾക്കും പരിഗണിക്കുക. മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ മാറ്റേണ്ടതുണ്ടെങ്കിൽ കൺഫർമേഷൻ സമയത്ത് അത് തിരുത്തുന്നതിനുള്ള സൗകര്യവും ലഭ്യമാണ്. അതുപോലെ അടുത്തൊരു അറിയിപ്പാണ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷന് തപാൽ അല്ലെങ്കിൽ ഇമെയിൽ വഴി അയക്കുന്ന എല്ലാ അപേക്ഷകളിലും ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ യൂസർ ID കൃത്യമായി രേഖപ്പെടുത്തേണ്ടതാണ്. PSC പരീക്ഷയുടെ സെൻറ്റർ ചേഞ്ചിനുള്ള അപേക്ഷകൾ, ബന്ധപ്പെട്ട രേഖകൾ, ഫോൺ നമ്പർ സഹിതം പരീക്ഷയ്ക്ക് 5 ദിവസം മുമ്പ് joint.ce@kerala.gov.in എന്ന ഇമെയിൽ IDയിൽ ലഭിക്കേണ്ടതാണ്. അല്ലാത്തവ പരിഗണിക്കുന്നതല്ല. അതായത് ഇത് എക്സാമിൻ്റെ സെൻറ്റർ ചേഞ്ചിനുള്ള അപേക്ഷയാണ്, ജില്ലയൊന്നുമല്ല. അതായത് എക്സാമിന് ഹോൾ ടിക്കറ്റ് വന്നതിന് ശേഷം ചെയ്യാനുള്ള കാര്യമാണ് ഇത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോ ക്ലാസ്സുകൾക്ക് ഇതുപോലുള്ള നോട്ടിഫിക്കേഷനുമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.